ഈ ഒരു കാലഘട്ടത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ വലിയൊരു പ്രശ്നം തന്നെ പറയുകയാണ്. വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണത്. കാരണം നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ അനുഭവങ്ങളും ഒക്കെ തന്നെ പറയാനോ കേൾക്കാനോ ഒരു ഇടം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മറ്റൊന്നല്ല, ഒരുപക്ഷെ പലരുടെയും ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കാൻ നമ്മളൊക്കെ എപ്പോഴെങ്കിലും സമയം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പല ആത്മഹത്യകളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കേൾക്കാൻ ഈ രാവിലെ പോലും ഒരു 6 മണിക്ക് പോലും നമ്മളെ കേൾക്കാൻ കുറച്ച് പേരുണ്ടാവുന്നു എന്നുള്ളത് ഒരുപക്ഷെ 20, 30, 50 അല്ലെങ്കിൽ ഒരു 100 പേരായിരിക്കാം ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷെ നാളെ അത് നമ്മളെ കേൾക്കാൻ പതിനായിരങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കോൺഫിഡന്റും ഒരു വിശ്വാസവും ഒരു മുൻധാരണയുമാണ് നമ്മളെയൊക്കെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെയും തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് എന്നെ കേൾക്കുന്നവര് നിങ്ങളെ കേൾക്കാൻ നാളെ പതിനായിരങ്ങൾ ഉണ്ടാവുന്ന, നിങ്ങളെ അനുഭവങ്ങൾ കേൾക്കാൻ നാളെ പതിനായിരങ്ങൾ ഉണ്ടാവുന്ന ഒരു യാത്രയിലേക്കാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്നുള്ളത് വലിയൊരു സത്യമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശൈലേഷ് സാറും ബെൽനി സാറും അതേപോലെ ബിജു സാറും ഒക്കെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ലീഡേഴ്സ് ആണ്. കാരണം ഞാൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് 2007 ലാസ്റ്റിൽ, അതായത് 2008-ലാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ആ കാലെടുത്ത് വെക്കുന്ന ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫ് എന്ന് പറയുന്നത് രാഷ്ട്രീയമുണ്ട്, സാംസ്കാരികമുണ്ട്, നാടകമുണ്ട്. അതിന്റെ കൂടെ ഞാൻ ബേസിക്കലി കാർപ്പൻ്റർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ ഞാൻ ആ ഫീൽഡിലുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയം ശരിക്കും അത്തോളിയിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ ശരിക്കും ഞാൻ ഈ മേഖലയെ കുറിച്ച് എതിർത്തിട്ട് പോസ്റ്റർ എഴുതി ഒട്ടിച്ച ഒരു വ്യക്തിയാണ് 2007-ഒക്കെ. കാരണം ഞാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ കടന്നു വരുന്നത്. SFIയുടെ അത്തോളി യൂണിറ്റ് സെക്രട്ടറി, അതേപോലെ ബാലസംഘത്തിന്റെ ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി, അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ SFIയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പർ, ഡിവൈഎഫ്ഐയുടെ ടൗൺ യൂണിറ്റ് സെക്രട്ടറി, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അതോടൊപ്പം എന്റെ ജീവിതത്തിൽ നാടകവും സാംസ്കാരികതയും വളരെയധികം ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതേപോലെ നാടകം വളരെ സജീവമായിരുന്നു. കേരളോത്സവമൊക്കെ എൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ വേദിയായിരുന്നു കേരളോത്സവമൊക്കെ. ആ കേരളോത്സവത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ജില്ലാ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, കോഴിക്കോട് ജില്ലാ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം തൊഴിൽ എന്ന രീതിയിൽ കാർപ്പൻ്റർ മേഖലയിലും ഒരു 10-15 തൊഴിലാളികളൊക്കെ ആയിട്ട് അത്തോളിയിൽ ഒരു 3 മുറി ഷോപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. 2007, 2008 ആ സമയത്താണ് ഒരു ഫ്രണ്ട്, നമ്മളെ അത്തോളിയിലൊക്കെ അന്ന് ഒരുപാട് മണി ചെയിൻ കമ്പനികളുടെ വിളഞ്ഞാട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് ഗ്രീൻ ഗ്ലോറി, ബിസയർ, പിന്നെ മൊണാവിയ, അങ്ങനെ ഒരുപാട് കമ്പനികൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ ഇതിനെ എതിർക്കുന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഒരു സുഹൃത്തിന്റെ നിർബന്ധപൂർവമായ ഒരു ക്ഷണം, ഒരു ഒഴിവാക്കാൻ കഴിയാത്ത രീതി എന്നോട് പറഞ്ഞു, ഒരു നല്ലൊരു ബിസിനസ് ഉണ്ട്, അത് കോഴിക്കോട് സ്പാനിൽ വെച്ചിട്ട് അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, എന്തായാലും ഒന്ന് പങ്കെടുക്കണം എന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയാം ഇതെന്താണെന്ന്, തട്ടിപ്പാണെന്നറിയാം, വെട്ടിപ്പാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഒരു 9-10ഓളം ഫോണിൽ നിന്നുള്ള നിരന്തരമായ ഫോൺ വിളിയുടെ അവസാന ഒരു കോളിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും എന്നെ നേരെ ബൈക്ക് കയറ്റി കോഴിക്കോട് സ്പാനിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. സ്പാനിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ആ പ്രോഗ്രാം കഴിഞ്ഞു പോകണേ എന്ന് തന്നെയാണ്. പക്ഷെ അത് തന്നെയാണ് സംഭവിച്ചതും. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ആ പ്രോഗ്രാം കഴിഞ്ഞിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നിച്ച് വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമയമല്ലേ ആ ജഗപുക. ആ സമയത്താണ് ഞാൻ അവിടേക്ക് കയറി ചെല്ലുന്നത്, സ്പാനിലേക്ക്. പക്ഷെ അവിടെ വെച്ച് ഒരാളെ എനിക്ക് ഷെയ്ക്കറ്റ് തന്നു. വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് എന്നെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെട്ട ആൾ എന്നോട് പറഞ്ഞത്, എന്റെ പേര് ഷാജി കോളിയോട്ട്, ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്നോട് പറഞ്ഞത്, എന്നെ പരിചയപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അതുവരെ ഉണ്ടായിരുന്ന എന്റെ ചിന്തയുടെ ആദ്യത്തെ പൊട്ടൽ സംഭവിച്ചത് അവിടെയാണ്. കാരണം ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് ഒന്നുകൂടി പറഞ്ഞു, നമ്മൾ ഒരു പണം കൊടുക്കുന്ന സമയത്ത് തത്തുല്യമായ ഒരു ഉൽപ്പന്നം നമ്മൾക്ക് ഈ കമ്പനി തരുന്നുണ്ട്. അതും എന്നെ സ്ട്രൈക്ക് ചെയ്തെന്നുള്ളതാണ്. കാരണം അതുവരെ ഞാൻ കേട്ടത് ഈ പറഞ്ഞ പോലെ പണം വാങ്ങിച്ചിട്ട് പണം തട്ടിപ്പ് നടത്തുന്ന ഒരു കമ്പനികളെ കുറിച്ചാണ് ഞാൻ കേട്ടത്.
അപ്പൊ ആ സമയത്ത് എന്നോട് പറഞ്ഞതിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, സോളാർ ലാമ്പ് ഉണ്ട്, CRMസിന്റെ സൂട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡക്ഷൻ കുക്കർ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു വീട്ടിലേക്ക് ഒരു ഉൽപ്പന്നം എന്ന രീതിയിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് 2008 കാലത്ത്. ആ കമ്പനിയുടെ MDയുടെ പേര് പ്രവീൺ ജെ ചന്ദൻ എന്നായിരുന്നു. എന്നാൽ നമ്മുടെ മദർ കമ്പനിയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ 3-ാമത്തെ ദിവസം വളരെ യാദൃശ്യമായിട്ട് നെല്ലിയാമ്പതിയിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ആൾ എന്നോട് പറയാം നമുക്കൊരു ടൂർ പോകാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോവുകയാണ് നെല്ലിയാമ്പതിയിൽ. ആ ഒരു 3 ദിവസമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ അടുത്ത് സംസാരിക്കാൻ കാരണം. കാരണം ആ 3 ദിവസത്തെ നെല്ലിയാമ്പതിയിലെ ട്രെയിനിങ് എനിക്ക് തന്നത് വലിയൊരു തിരിച്ചറിവായിരുന്നു. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് മണി ചെയിൻ എന്നും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്നും അതിൽ ഇന്ത്യക്കുള്ള സാധ്യത എന്താണെന്നും എനിക്ക് പറഞ്ഞു തന്നത് 3 ലെജൻഡുകളായിരുന്നു എന്നുള്ളതാണ്. ആ ലെജൻഡുകൾ ഒന്ന് ഡോക്ടർ എം ഷംസുദ്ദീൻ ആയിരുന്നു, മറ്റൊന്ന് നമ്മളെ വിട്ടുപോയ PV അശോകൻ സാറായിരുന്നു, മൂന്നാമത്തെ ആള് സജി പാറക്കലായിരുന്നു. 2 IDയിൽ UTC ആയിട്ടുള്ള സജി പാറക്കൽ സാർ. ഇന്ന് ഈ 3 പേരും ഒന്നിച്ചു നിന്ന 3 ദിവസമായിരുന്നു എന്റെ ലൈഫിൽ ഉണ്ടായത്. അത് ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം ഈ മേഖലയെ കുറിച്ച് നമ്മൾ ആരോടൊക്കെ പറഞ്ഞോ അവരൊക്കെ നമ്മൾ എതിർത്ത സമയത്തും അതിശക്തമായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ച 3 ദിവസമായിരുന്നു എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ അന്ന് വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ കമ്പനിയുടെ അന്നത്തെ ഫസ്റ്റ് റാങ്ക് അച്ചീവറായി. അന്ന് 5 മാസം കൊണ്ട് കാർ അച്ചീവറായി. അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ട് സെല്ലറായി മാറി എന്നുള്ളതാണ്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ശക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ കാർപ്പൻറ്റർ മേഖല പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് 3 മുറി റൂം ഷട്ടർ ഇട്ടുകൊണ്ട് ഞാൻ ഫുൾ ടൈം കരിയറായിട്ട് ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. പക്ഷെ എന്ത് പറയുന്നു, ശരിക്കും പറഞ്ഞാൽ 2012 കൂടി ഈ മേഖല നിരോധിക്കുന്ന ഒരവസ്ഥ, പോലീസ് റെയ്ഡ് ഉള്ള ഒരവസ്ഥ, നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചവരൊക്കെ നമ്മളെ വീട്ടിൽ പൈസക്ക് പണത്തിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന അവസ്ഥ, ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നിരോധിച്ച സമയത്ത് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നിപ്പോ ATUയും INTC ATC ഒക്കെ നമ്മൾ ഇന്ന് തൊഴിലാളി സംഘടനകളിൽ നിന്ന് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. പക്ഷെ അന്ന് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് എന്തുണ്ട്, ആ തൊഴിലാളി സംഘടനകളിൽ അതേ രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, അന്ന് ഇതിന് തുടക്കം കുറിച്ചത്, ഈ സംഘടനാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് കോഴിക്കോടിന്റെ മണ്ണിലായിരുന്നു. ആദ്യമായിട്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി, അതായത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ സമയത്ത് കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അന്നത്തെ കോഴിക്കോട് ജില്ലയുടെ, അതായത് ആദ്യമായിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു സംഘടന രൂപീകരിച്ച സമയത്ത്, അല്ലെങ്കിൽ അതൊരു കോർഡിനേഷൻ കമ്മിറ്റി എന്ന രീതിയിലാണ് ആദ്യം രൂപീകരിച്ചത്. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇത് കോഴിക്കോടിന്റെ മണ്ണിലായിരുന്നു. അവിടെ കോഴിക്കോട് ജില്ലയുടെ അന്നത്തെ ആദ്യത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വെല്ലി സാർ ആയിരുന്നു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി. ആ ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. കാരണം ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ആ രീതിയിലൊക്കെ തന്നെ പല സമരത്തിനും കോഴിക്കോട് നേതൃത്വം കൊടുക്കുന്നതിൽ വെല്ലി സാറിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് വളരെ യാദൃശികമായിട്ടാണ് ഈ പറഞ്ഞ പോലെ എന്റെ പഴയ മേഖല എന്ന് പറഞ്ഞ നാടകവും സീരിയലും സിനിമയും ഒക്കെ അങ്ങനെ നിന്നു. ഈ പറഞ്ഞ പോലെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല നിരോധിക്കപ്പെട്ടു. അവിടെ അടുത്തൊരു ഓപ്ഷൻ, കാരണം മറ്റൊരു നമുക്ക് പുതിയൊരു സംഘടന അല്ലെങ്കിൽ വേറെ ഒന്നും നമുക്ക് വരുന്നില്ല, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പുതിയതായിട്ടൊന്നും വരുന്നില്ല. അങ്ങനെ വന്ന സമയത്താണ് ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഒരു സുഹൃത്തിന്റെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് മാറുന്നത്. കാരണം ആളെന്നെ പഴയ സുഹൃത്താണ്, എന്നോട് പറഞ്ഞു ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ കൂടെ ഒന്ന് നിൽക്കണം എന്ന് പറയുന്നു. ഞാൻ പോകുന്നു. പ്രത്യേകിച്ച് ഒന്നായിട്ട് പോയതല്ല, പക്ഷെ അവിടെ എത്തിയ സമയത്ത് എന്നോട് പറയുന്നു ഈ സിനിമയുടെ ഒന്ന് കൺട്രോൾ ചെയ്യണം, കാരണം എല്ലാം കൂടി നോക്കാൻ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഈ സിനിമയുടെ ഒരു കൺട്രോളറായിട്ട് നിങ്ങൾ മാറണം എന്ന് പറയാണ്. അപ്പോ അങ്ങനെയാണ് വളരെ യാദൃശ്യമായിട്ട് 2013, അതായത് നമ്മുടെ കമ്പനി റീഫോം ചെയ്ത ആ വർഷമാണ് സത്യത്തിൽ ഞാൻ സിനിമാ മേഖലയിലേക്ക് പോകുന്നത്. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞ തിക്താനുഭവങ്ങളുണ്ട്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് ഇനി തൽക്കാലം ഇല്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് സിനിമാ മേഖലയിൽ പോകുന്നത്. 2013 ആദ്യമായിട്ട് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആവുന്നു. 2013 ലാസ്റ്റോട് കൂടി ആ സിനിമ റിലീസാവുന്നു. ആ സിനിമയുടെ പേര് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് വളരെ യാദൃശ്ചികമായിട്ട് തന്നെ പറയട്ടെ, അവിടെ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയെ ഞാൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ പിന്നെ തുടർച്ചയായിട്ട് ഏകദേശം ഒരു 6ഓളം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്നു.
പരിപൂർണമായിട്ട് സിനിമാ മേഖല. പക്ഷെ ആ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ 2014 എന്റെ പഴയ എന്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മദർ കമ്പനിയിലെ ലീഡേഴ്സ് എന്നെ വന്ന് കാണുകയാണ് കോഴിക്കോട്. 2014 വന്നിട്ട് കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിലെ 202 റൂമിൽ വെച്ചിട്ട് MI ലൈഫ് സ്റ്റൈലിന്റെ പ്ലാൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അത് കേട്ട സമയത്ത് വളരെ മോട്ടിവേറ്റ് ആയി തോന്നിയ ഒരു കാര്യം, നമുക്ക് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് പണത്തിന്റെ ആവശ്യമില്ല. ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കമ്പനിയുടെ എൻട്രി ആയി എന്നുള്ള. പണ്ട് നമുക്ക് 8000 രൂപ വേണമായിരുന്നു ഒരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ. അപ്പൊ ഇത് വലിയ പോസിറ്റീവായി. കാരണം പണമൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളാണ്, പഴയ സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മൾ നോ പറയേണ്ട കാര്യമില്ല. ഞാൻ ഓക്കെ പറയുന്നു. അങ്ങനെ 2014 ഞാൻ ജയ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പ്ലാൻ കേട്ട് ജോയിൻ ചെയ്ത് വ്യക്തിയാണ്. പക്ഷെ എന്റെ തലയിൽ മുഴുവൻ സിനിമയായിരുന്നു. നമ്മളൊരു വലിയൊരു പാഷനായിരുന്നു സിനിമ, നാടകവും സിനിമയും സീരിയലൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പറഞ്ഞ പോലെ കുറെ തിക്താനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും തൽക്കാലം ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ഇല്ല എന്ന നിലപാട് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സിനിമ ഫീൽഡിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. പക്ഷെ ആ സുഹൃത്ത് എറണാകുളത്തുള്ള വ്യക്തിയായിരുന്നു. എന്നെ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നിരന്തരമായിട്ട് എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കൂല, എടുത്താൽ തിരിച്ചു പിടിക്കൂല, അല്ലെങ്കിൽ എന്ന് ഷൂട്ടിങ്ങിലാണെന്ന് പറയും. അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്റെ നാട്ടിൽ അദ്ദേഹം വരും. എറണാകുളത്ത് എന്നെ കാണാൻ വേണ്ടി മാത്രം ട്രെയിന് കയറി കോഴിക്കോട് എത്തി. അവിടുന്ന് അത്തോളി എത്തി. എന്നെ കണ്ട് ആള് തിരിച്ചു പോകുക രാത്രി 12 മണിക്ക്, 1 മണിക്കും 2 മണിക്കൊക്കെയാണ്. എന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒറ്റ ആളെ കാണാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അയാള് വെറുതെ തന്നു. എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് തന്നു. പക്ഷെ ഞാനത് പോലും തൊട്ട് നോക്കാതെ കട്ടിലടിയിലേക്ക് വെച്ച വ്യക്തിയാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത കുറെ ഉൽപ്പന്നങ്ങൾ. വെൽഹാർട്ട് എന്തിനാ നമുക്ക് ആവശ്യമുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ വെൽഹാർട്ട്? ഡെയിലി ഡിറ്റോക്സ് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. നമുക്ക് പരിചയമില്ലാത്ത കുറെ ഉൽപ്പന്നങ്ങൾ 95 പോലെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ മാറ്റി വെച്ചതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കും. അങ്ങനെ ആ സൗഹൃദത്തിൽ ഒരു കോളിൽ എന്റെ വൈഫിനെ സംബന്ധിച്ച്, വൈഫിന് കാലിന്റെ വിണ്ടുതീർച്ച കുറച്ച് കൂടുതലുണ്ട്. ഒരുപാട് കഷായങ്ങളൊക്കെ കുടിച്ചിട്ട് മാറാത്ത ഒരു കാലിന്റെ വിണ്ടുതീർച്ചയായിരുന്നു. കാരണം കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഒരു ഫോൺ കോളിൽ ഞാൻ ആളോട് വിളിച്ചു ചോദിക്കുന്നത്, സാറേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, വൈഫിന് ഇങ്ങനെ കാലിന്റെ വിണ്ടുതീർച്ച കുറച്ച് കൂടുതലാണ്, അതിനെ പറ്റി എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ചോദിച്ചു. ആള് പറഞ്ഞു, എന്നോട് പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നോട് എവിടെയുള്ളതെന്ന് വെച്ചു. നമ്മുടെ കട്ടിന്റെ അടിയിലുള്ളതെന്ന് പറഞ്ഞു. എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതില് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ക്രീം ഉണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. വൈഫിന് ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടി ഞാനത് വൈഫിന് ഉപയോഗിക്കാൻ കൊടുത്തു. കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 5-ാമത്തെ ദിവസം വൈഫ് എന്നോട് പറഞ്ഞു, എന്റെ കാലിന്റെ വിണ്ടുവീർച്ച മാറി. ശ്രദ്ധിച്ചില്ല. കാരണം എന്താ, നമ്മൾ ഒരുപാട് പൈസയൊക്കെ ചെലവഴിച്ചിട്ട് മാറാത്തൊരു സംഭവം, ആയുർവേദം കാണിച്ചിട്ട് മാറാത്തൊരു സംഭവം, ചെറിയൊരു ക്രീം ഉപയോഗിച്ചിട്ട് അതും 4-5 ദിവസം കൊണ്ട് എങ്ങനെ മാറാനാ? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ശരിക്കും വൃത്തികേടായിരുന്ന കാല് പരിപൂർണമായിട്ടും ക്ലീൻ ആയി. അതായിരുന്നു ഈ പ്രോഡക്റ്റ് ബേസിൽ എനിക്ക് കിട്ടിയ 2014-15 ഏകദേശം ഒരു 15 കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട്. ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് എനിക്ക് മുടി കൊഴിച്ചിൽ കുറച്ച് കൂടുതൽ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുളിച്ചിട്ട് മുടി തോർത്തുന്ന സമയത്ത് തോർത്തിൽ കംപ്ലീറ്റ് മുടി പൊട്ടി വരും. അപ്പൊ ഞാൻ ഈ റിസൾട്ട് കിട്ടിയ സമയത്ത് ആളോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രശ്നമുണ്ട്, അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചാമ്പി തൈലവും ഭൃംഗരാജൻ ഹെയർ ഓയിലും എടുത്തിട്ട് രാവിലെയും രാത്രിയും മാറി മാറി ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ഒരാഴ്ച കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്റെ ആ പ്രശ്നവും. ഇത് രണ്ടും എന്റെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇതൊന്നും എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യണം, ഇത് നല്ല പ്രോഡക്റ്റ് ആണ്, അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ചിന്തയൊന്നും എനിക്ക് വന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഒറ്റ എയിംസിലാണ്, സിനിമയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും നമ്മൾ കേൾക്കാറില്ല. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ സിനിമാ മാസികകളിലൊക്കെ നമ്മളെ പേര് വരുന്ന സമയമാണ്, ഫോട്ടോ വരുന്ന സമയമാണ്. ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ ഒരുപാട് എൻട്രി വരുന്നതാണ്. ചാൻസിന് ചോദിച്ചിട്ട് ഒരുപാട് വ്യക്തികൾ നമ്മളോട് ഫോട്ടോസ് അയച്ചു തരും. അങ്ങനെ നമ്മൾ വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് പോയിട്ട് നമ്മളെടുത്തിട്ട് പോയിട്ട് എന്താ പറയാ, ഈ സോപ്പും ചീപ്പും വിൽക്കാൻ നമ്മളെ സംബന്ധിച്ച് പറ്റില്ല. അതാണ് അതിന്റെ ഒരു സത്യം. അതായിരുന്നു ഈ വീടാന്തരം കയറി ഇറങ്ങി പോയിട്ട് വിൽക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ മാറ്റം വന്നത് ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റ് ബേസ് റിസൾട്ട് വന്ന സമയത്തും എന്നെ സംബന്ധിച്ചും ഇതിലേക്ക് ഇറങ്ങണമെന്നൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പിന്നീട് എവിടെ മാറ്റം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൊറോണ വന്ന സമയത്ത് സിനിമാ മേഖല പരിപൂർണമായിട്ട് നോക്കും. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് OTT പ്ലാറ്റ്ഫോം ഒക്കെ വന്നൊരു സമയമാണ്. അപ്പൊ ശരിക്കും ബുദ്ധിമുട്ടി. കാരണം ഇനി എന്ത് മേഖലയിലേക്ക് പോകും?
എന്നെ സംബന്ധിച്ച് കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം ഇടക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഡയറക്ട് സെല്ലിംഗ് നിരോധിച്ച സമയത്ത് ഞാനൊരു കച്ചവടം തുടങ്ങിയത്. മരക്കച്ചവടമാണ്. നമ്മൾ ബേസിക്കലി അതായതുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് മരം കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ആയിരുന്നു. അതിൽ വലിയൊരു പൈസ എനിക്ക് നഷ്ടപ്പെട്ടു. 10-20 ലക്ഷത്തിനടുത്ത് എന്നെ ഒരാൾ പറ്റിച്ചൊരു സാധ്യത. കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീടിന്റെ ആധാരം വെച്ചിട്ടാണ് പിന്നീട് ആ കടമൊക്കെ വീട്ടിയത്. അതൊക്കെ പിന്നീട് എന്നെ സംബന്ധിച്ച് വലിയ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന സമയത്ത് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നപ്പോൾ സിനിമ നിന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും വരും. അവിടെ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ എനിക്ക് ഗൾഫ് പോകാൻ തീരെ ഇഷ്ടമല്ല. കാരണം ഗൾഫ് പോയി ഒരു പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പാറി പറന്ന് നടന്നവർക്ക് സാധ്യമല്ല. അപ്പൊ ഈ സത്യം പറയാൻ ആ ഗൾഫ് ഒഴിവാക്കാൻ എന്താണ് വഴി എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോഴാണ് വൈഫ് എന്നോട് പറയുന്നത്, എത്ര കാലമായി നിങ്ങളെ ഈ സുഹൃത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമായി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ആള് വരും. ശരിക്കും പറഞ്ഞാൽ 5-6 വർഷമായിട്ടോ, 6 വർഷത്തോളം എന്നെ ആള് നിരന്തരം പിന്തുടരുന്നു, എന്നെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ എത്ര കാലം ഇങ്ങനെ വിളിക്കുന്നു, ഒന്ന് നിങ്ങൾ തിരിച്ചു വിളിച്ചു നോക്കി, എന്തെങ്കിലും രക്ഷ ഉണ്ടെങ്കിലോ. ഇത് വൈഫ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്ന, അല്ലെങ്കിൽ തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരുന്ന വ്യക്തി എന്ന രീതിയിൽ വ്യക്തിയായ ഞാൻ ഒരു കോൾ ആളെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ ആയിരിക്കാം ആ ലീഡർ. കാരണം എന്റെ ഒരു കോള്, നമ്മളൊക്കെ അങ്ങനെ പലരുടെയും കോൾ ആഗ്രഹിക്കുന്നില്ലേ. അങ്ങനെ ഒരു കോൾ കിട്ടിയ സമയത്ത് എന്നോട് ചോദിച്ചു, എന്താണ് സാറേ, ബൈ സാറേ എന്താണ്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെയാണ്, കുറച്ച് പ്രയാസങ്ങളിലാണ്, കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, വീട് ജപ്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, 20 ലക്ഷത്തിന്റെ മുകളിൽ ബാധ്യത ഉണ്ട്, ഗൾഫിലേക്ക് പോകാൻ നിൽക്കുകയാണ്, എന്റെ ഫ്രണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ് ഒക്കെ പറഞ്ഞ സമയത്ത് ആൾ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ ഒരു ഗൾഫിലേക്ക് പോകണ്ട, നാളെ കൃത്യം 10 മണിക്ക് ഞാൻ അത്തോളി എത്തും, ബാക്കി നമുക്ക് നേരിട്ട് പറയാം. ആൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് നമ്മൾ എടുത്തെത്തും. അതെന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചൊരു വലിയൊരു പാഠമാണ്, സമയം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. എന്നിട്ട് അത് നമ്മളടുത്ത് എത്തിയിട്ട് വാച്ച് നോക്കും, വാച്ച് നോക്കി പറയും, സാറേ ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇത് എപ്പോഴും പറയാം, എപ്പോ വന്നാലും പറയും. അത് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അങ്ങനെ ആള് വീട്ടിലെത്തുന്നു, പിറ്റേന്ന് രാവിലെ 10 മണിക്കുള്ളിൽ എത്തുന്നു. ആളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊരു നമ്പർ അടിച്ച് കാണിച്ചു തരുന്നു. അവിടെ എന്റെ പേരുണ്ടായി. എന്നോട് പറഞ്ഞു, സാറേ ഇത് സാറിന്റെ അന്ന് ജോയിൻ ചെയ്ത ബിസിനസ് ഐഡിയ ആണ്. ഈ ഐഡി ഞാൻ റിന്യൂവൽ ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയും വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി റിന്യൂവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡിയ ആണിത് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ബിസിനസ് എനിക്ക് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ പറ്റില്ലേ. പക്ഷെ അത് വായിച്ച സമയത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. പക്ഷെ അത് 5 കോടി ബിസിനസ് വോളിയം. എനിക്കറിയില്ല ആ ബിസിനസ് വോളിയത്തിന്റെ വാല്യൂ എന്താണ്, എന്റെ വലിപ്പം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ 5 കോടി ബിസിനസ് വോളിയം ആ സൈറ്റിലുണ്ടായി. ആൾ എന്നോട് പറഞ്ഞു, ബൈജു സാറേ ഇത് നിങ്ങളുടെ അണ്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഐഡിയിൽ നടന്ന കച്ചവടമാണ്. ഈ കച്ചവടം നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ സാധ്യത കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് കൊണ്ടോ സംഭവിച്ച ബിസിനസ് അല്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ കച്ചവടം നടന്നിരിക്കും. ആ കച്ചവടം നടന്നാൽ അതിന് കമ്പനി മാച്ചിങ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് 12% നിങ്ങൾക്ക് തരും. ഈ 5 കോടി ബിസിനസ് വോളിയം വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ആളെ എന്നോട് പറഞ്ഞ വാചകം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പൊ ഒരു അത്ഭുതമായി എനിക്ക് ശരിക്കും പറ്റാം. കാരണം ഞാൻ ഒന്നും ചെയ്യാതെ ഇത്രയും കച്ചവടം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത്, അവിടെയാണ് എനിക്കൊരു അത്ഭുതം ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഇതെന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ മനസ്സെങ്കിലും കൊടുക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എനിക്ക് ഗൾഫ് ഒഴിവാക്കണം, എന്റെ ബാധ്യതകൾ തീർക്കാനുള്ള അതർ ഓപ്ഷൻ എനിക്ക് വേണം. എന്റെ സാധാരണ മേഖലയിൽ പ്രവർത്തിച്ച് എനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ആ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇയാൾക്ക് ചെവി കൊടുത്തത്. അങ്ങനെ മനസ്സിലാക്കിയ ആളെന്നോട് പറഞ്ഞു, സാർ ഒരാളെ നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കൂടെ നിർത്തി ആ ആളുടെ കൂടെ നിങ്ങൾ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബാധ്യതകൾ ഒന്നും ഒരു പ്രശ്നമല്ല, വളരെ ഷോർട്ട് ടൈമിൽ നമുക്കിത് ഓവർകം ചെയ്യാം. അങ്ങനെ പറഞ്ഞു. ആ വാക്കിന്റെ പുറത്ത്, ആ മനുഷ്യൻ തന്ന വാക്കിന്റെ പുറത്താണ് ഞാൻ പിറ്റേ ദിവസം മുതൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മേഖലയിലേക്ക് കടക്കുന്നത്. അങ്ങനെ കടന്ന് ഈ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട്, കാരണം നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം, മനസ്സർപ്പിച്ച് ചെയ്യണം, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യരുതെന്ന എന്റെ വിശ്വാസം. നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടു. വളരെ ഷോർട്ട് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരു 1.5 മാസം 2 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ടീം കോർഡിനേറ്ററായി, അവിടുന്ന് ATC ആയി. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ അത്തോളിയിൽ ഒരു ഷോപ്പ് ഇട്ടു. ഒരു ഏകദേശം ഒരു 5 ലക്ഷത്തിൻ്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് കൊറോണയ്ക്ക് ശേഷം
ഒരു ഷോപ്പ് ഇട്ടു അത്തോളിയിൽ. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ അന്നത്തെ ആയിരുന്ന ബാലുശ്ശേരി ആയിരുന്ന പുരുഷൻ കടലുണ്ടി ആയിരുന്നു. അത്തോളിയുടെ പ്രഗത്ഭരായ എല്ലാ വ്യക്തികളും സിനിമാ ഫീൽഡിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നും ഒക്കെ വലിയൊരു ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അത്തോളിയിൽ വലിയ നോട്ടീസൊക്കെ വിതരണം ചെയ്ത് പത്രങ്ങളിലൊക്കെ നോട്ടീസൊക്കെ ഇട്ട് അങ്ങനെ വളരെ വലിയ രീതിയിൽ അത്തോളിയിൽ ഞാനൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയാണ് DTC ഒക്കെ എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാസം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കാരണം എന്റെ ബാധ്യതകൾ എന്റെ തലയിലേക്ക് കയറി കയറി വന്നു. അവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു DTCക്ക് ശേഷം ഞാൻ തളർന്നു എന്നുള്ളതാണ് സത്യം. കാരണം മനസ്സ് നമുക്ക് പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ, പ്ലാൻ ചെയ്യാനൊന്നും കഴിയാതെ വന്നൊരവസ്ഥ. പക്ഷെ ആ സമയത്താണ് ഞാൻ വളരെ യാദൃശ്യമായി ഈ പറഞ്ഞ പോലെ ഞാൻ വൈഫിനോട് പറഞ്ഞിരുന്നു, അളിയനോട് ഈ ബിസിനസിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ വൈഫ് ഒരിക്കലും അതിന് തയ്യാറായില്ല. അവൾ പറഞ്ഞു അവൻ അതിനൊന്നും നിൽക്കില്ല, കാരണം അവൻ എഞ്ചിനീയർ ആണ്, അവൻ അതിനൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വൈഫ് ഹൗസിൽ പോയ സമയത്ത് വൈഫ് ഹൗസിലുണ്ട് നമ്മുടെ കവചപ്രാശവും നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ പേസ്റ്റും. അപ്പൊ ഞാൻ വൈഫിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞല്ലേ അളിയനോട് പറയാൻ, ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഓളൊന്നും മിണ്ടിയില്ല. ഞാൻ അളിയനോട് ചോദിച്ചു ഇത് ആരാ തന്നെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ഇത് എനിക്ക് ദിബിന് തന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ദിബിനെ എനിക്കറിയാം, കാരണം ദിബിന് അത്തോളിയുള്ള ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു ഫേമിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു ദിബിൻ ഇത് ചെയ്യുന്നുണ്ടോ? അപ്പൊ അളിയൻ പറഞ്ഞു ഉണ്ടല്ലോ ദിബിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്കൊരു ഈ പറഞ്ഞ പോലെ എന്റെ മൈൻഡിൽ മറ്റൊരു പൊട്ടലായിരുന്നു. കാരണം ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരാൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പൊട്ടലായിരുന്നു ശരിക്കും. ദിബിൻ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അത്തോളിയിലെ വലിയൊരു പാരമ്പര്യമായിട്ട് വലിയൊരു തറവാട്ടിൽ ജനിച്ചൊരു വ്യക്തിയാണ്. നല്ല പാരമ്പര്യ സ്വത്തുള്ള ഒരു വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹം വളരെ ഷോർട്ട് ടൈമിൽ അല്ല ചെറുപ്പത്തിലെ അദ്ദേഹം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്കറിയാം. അപ്പൊ പക്ഷെ ആൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്തോളിയിലുള്ള ഒരു ജനങ്ങളായിട്ടും ആൾക്ക് പരിചയമില്ല. അതായത് ശരിക്കും പറഞ്ഞ ആള് രാവിലെ കാറിൽ ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു, വീട്ടിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ പുറത്ത് ജനങ്ങളായിട്ടോ ഒരു ജനങ്ങളോട് സംസാരിക്കുന്നതായിട്ടോ അത്തോളി അങ്ങാടിയിലോ ഒന്നും തന്നെ ദിവിൻ സാറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനെ എനിക്ക് നല്ല പരിചയമാണ്, കാരണം അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവിൻ സാർ അച്ഛനായിട്ട് ഞാൻ നല്ല ബന്ധമുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അളിയന്റെ അടുത്താണ് ദിവിൻ സാറെ നമ്പർ വാങ്ങിയിട്ട് ഞാൻ ദിവിൻ സാറെ വിളിക്കുന്നത്. അങ്ങനെ ദിവിൻ സാറെ വിളിച്ച സമയത്ത് ദിവിൻ സാറോട് ഞാൻ പറഞ്ഞു, ദിവിൻ സാറെ ഇങ്ങനെ ഞാനിങ്ങനെ അളിയന്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചാണ്, നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ദിവിൻ സാറും, സത്യത്തിൽ അത്തോളിയുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഞാനും ദിവിൻ സാറും അടുക്കുന്നത് അതിന്റെ ഭാഗമായി. അങ്ങനെ പിന്നീട് ഈ പറഞ്ഞ പോലെ ദിവിൻ സാറിന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടു കൊടുക്കും, ആൾ എനിക്ക് കൊണ്ടുതരും, അങ്ങനെയൊക്കെയായി. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റെ ബിസിനസ് ഏകദേശം സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ദിവിൻ സാർ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ റാങ്കിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ദിവിൻ സാറായിട്ട് കൂടുതൽ അടുക്കുകയും തോമസ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ലീഡറെ കാണുകയൊക്കെ ചെയ്യുന്നത്. അവിടുന്നാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഏകദേശം നിർത്തിയിരുന്നൊരു മേഖല വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ സോമൻ സാറെ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ സോമൻ സാർ ഒരിക്കലും അതിനെ എന്നെ അംഗീകരിച്ചില്ല. കാരണം എന്നോട് പറഞ്ഞു എന്തിനാണ് വേണ്ട സാറേ, സാറിന് എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം, സാറിന്റെ ടീമിനുള്ള ടീം മീറ്റിംഗ് വേണമെങ്കിൽ ഇവിടെ വെച്ച് നടത്തിക്കോളൂ, എന്ത് ട്രെയിനിങ് വേണമെങ്കിൽ എന്റെ ട്രെയിനിങ്ങിലൊക്കെ നിങ്ങളുടെ ടീമിനെ പങ്കെടുപ്പിച്ചോളൂ, പക്ഷെ സാറ് മറ്റൊരു ടീമിലേക്ക് വരണ്ട എന്നുള്ള എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഒഴിവാക്കിപ്പോയി. പക്ഷെ പിന്നീട് വീണ്ടും കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും ദിവിൻ സാറിനെ സമീപിച്ചു. കാരണം എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. കാരണം 2020 ശേഷം ഡയറക്ട് സെല്ലിംഗിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് 2008 മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ 2020 ശേഷം ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുമെന്ന് ഞാൻ അന്നേ തീരുമാനിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രവീൺ സാറിന്റെ കമ്പനിയിലേ ചെയ്യുള്ളൂ. അത് 100% സത്യമാണ്, അതിന്റെ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് വീണ്ടും സമീപിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ അമ്മയുടെ പേരിൽ ഒരു ഐഡിയ എടുത്തുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. പഴയ ഐഡിയ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അവിടുന്നാണ് ഈ പറഞ്ഞ പോലെ ഞാനും ദിബിൻ സാറും കൂടി ഒന്നിച്ച് കൂടിയിരുന്ന്, അദ്ദേഹത്തിന്റെ വീട് ഞങ്ങളുടെ റോഡിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടാണ്. ഞങ്ങൾ ഡെയിലി കാണും, ഡെയിലി പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു TCക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഇടുന്നത്. ആ ഡേറ്റ് ഇട്ട സമയത്ത് കലണ്ടറിൽ നോക്കിയ സമയത്ത് ഒരു 42 ദിവസമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഡേറ്റ് ഇട്ടതാണല്ലോ, ആ 42 ദിവസം കൊണ്ട് തന്നെ TC ആവണം എന്നുള്ള അമിതമായ ആഗ്രഹം വന്നു. അങ്ങനെ അതിശക്തമായിട്ട് പ്രവർത്തിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു 42 ദിവസത്തെ സന്യാസ ജീവിതം എന്ന് പറയാം. എന്റെ വൈഫിനെയും മക്കളെയൊക്കെ താഴത്തെ റൂമിലാക്കി ഞാൻ ഒറ്റയ്ക്ക് മുകളിലുള്ള റൂമിൽ പോയിരുന്നു. ഭ്രാന്തമായ പ്ലാനിങ്ങും ഉറക്കമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ സന്യാസ ജീവിതം തന്നെ പറയാം. അങ്ങനെ 42 ദിവസത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാൻ വീണ്ടും ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക്. അതൊരു വലിയൊരു
കോൺഫിഡന്റ് ആയിരുന്നു. കാരണം 42 ദിവസം കൊണ്ട് നമുക്ക് ടീം കോർഡിനേറ്റർ ആവാൻ പറ്റും എന്ന് ആ പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിന്റെ സാധ്യത എന്താണ്, നമ്മുടെ കൂടെ വന്നവരുടെ സാധ്യത പഠിക്കുമുണ്ടാവുന്ന മാറ്റം എന്താണ് എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അത് വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. സെൽഫ് മോട്ടിവേഷൻ തന്നെയായിരുന്നു. അവിടുന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത 2 മാസം കൊണ്ട് അടുത്ത റാങ്കും, അത് വീണ്ടും ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് DTC ഒക്കെ എത്തിക്കഴിഞ്ഞു. പക്ഷെ DTC എത്തി അവിടുന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇരുന്നു കേട്ടോ. അത് ഇരിക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ എന്റെ ബാധ്യതകൾ വലിയ പ്രശ്നമായി മാറി. കാരണം ഒരു പ്രോപ്പർട്ടിയിൽ 2 വീടാണ്, അനിയനും വൈഫും ഫാമിലിയും, ഞാനും അച്ഛനും അമ്മയും, അങ്ങനെ 2 വീടായിരുന്നു ഒരു പ്രോപ്പർട്ടി, ഒന്നിച്ചുള്ള ആധാരമായിരുന്നു. അപ്പൊ ഒന്നിച്ച് വീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. KSFയിലായിരുന്നു ആധാരം ഉണ്ടായിരുന്നത്. അത് വലിയൊരു ഇഷ്യൂസിലേക്ക് പോയി, ജപ്തിയിലേക്ക് വന്നു. വീട്ടിൽ സത്യത്തിൽ അതുവരെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ KSF ആള് വന്ന് നോട്ടീസ് ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്താണ് വീട്ടിലുള്ള എല്ലാവരും ഇത് അറിയുന്നത്. അത് വലിയൊരു പ്രശ്നമായി. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ചത്തോളം എന്റെ വൈഫോ എന്റെ അച്ഛനോ അമ്മയോ ആരും എന്നോട് സംസാരിക്കാതിരുന്ന ഒരവസ്ഥ ഉണ്ടായി. വളരെ പ്രയാസമാണല്ലേ. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു അടിയൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വലിയ പ്രശ്നമല്ലേ. അപ്പൊ അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ മാനസികമായിട്ട് വലിയ രീതിയിലേക്ക് തളർച്ചയിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എനിക്ക് സഹായിച്ചത് ഈ പറഞ്ഞ പോലെ ദിവിൻ സാറും സോമകുമാർ സാറും ഒക്കെ തന്നെയാണ്. മാനസികമായിട്ട് ശക്തി തന്നത് അവരൊക്കെ തന്നെ. അവിടുന്ന് ആ രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് ശരിക്കും നമ്മൾ ഒന്ന് ബാക്ക് ആയി എന്നുള്ള. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു, പിടുത്തം വിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഒന്ന് സ്ലോ ആയെങ്കിലും ഈ പറഞ്ഞ പോലെ അപ്പൊ ഈ പറഞ്ഞ ZDC ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു ഞാൻ. ZDC ആവാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-60,000 ബിസിനസ് വോളിയം വേണ്ട സമയത്താണ് ഞാൻ ഒരു ദിവസം തീരുമാനിച്ചത്. ദിവിൻ സാറോട് ഞാൻ പറഞ്ഞു, ദിവിൻ സാറേ 4 ദിവസം കൊണ്ട് ഞാൻ ZDC ആവും, കാരണം അന്നൊരു 60,000 ബിസിനസ് വോളിയം വേണം. അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി. പിറ്റേ ദിവസം ഇറങ്ങി അന്ന് രാത്രി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഏകദേശം 50,000 രൂപ എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നുള്ള. അപ്പൊ 4 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത ZDC 3 ദിവസം കൊണ്ട് അച്ചീവർ ആവാൻ പറ്റി എന്നുള്ളതാണ് തീരുമാനം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ZDC ആയി. പിന്നീട് ഈ പറഞ്ഞ പോലെ STC വളരെ പെട്ടെന്ന് തന്നെയായി. കാരണം STCയിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു 6 ലക്ഷത്തിനടുത്ത് ബിസിനസ് വോളിയം ഉള്ള സമയത്താണ് ഞാൻ ഒരു ഡേറ്റ് ഇടുന്നത്. ആ ഡേറ്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ STC ആയി. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ STC എന്ന് പറയുന്ന റാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്തും നമ്മൾ ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിച്ച മറ്റൊരു കാര്യം കൂടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പ്രോഡക്റ്റിന് റിസൾട്ട് തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് തുടക്കത്തിൽ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു 3-4 റിസൾട്ടാണ് എന്നെ ശരിക്കും പറഞ്ഞ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിച്ചത്. അതില് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് 35 വർഷമായിട്ട് PCODക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കായിരുന്നു. വളരെ യാദൃശ്യമായി പരിചയപ്പെട്ട ഒരാള്, ഒരു ഫെയർനെസ് ക്രീമിന് വേണ്ടിയിട്ട് എന്നെ കണക്ട് ചെയ്ത വ്യക്തി. പക്ഷെ അവരായിട്ട് സംസാരിച്ച സമയത്താണ് അവരുടെ വിഷയങ്ങൾ അറിയുന്നത്. 15 വയസ്സ് മുതൽ അവർ ട്രീറ്റ്മെന്റിലാണ്. ഫസ്റ്റ് പീരീഡ് ആയ കാലം മുതൽ, അന്ന് മുതൽ ഈ പറഞ്ഞ ഇപ്പം ഞാൻ കാണുന്ന സമയത്ത് 45 വയസ്സിന്റെ അടുത്തുണ്ട്. 35 വർഷമായിട്ട് PCODക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരാൾ. അവരുടെ ബോഡിയിൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഓരോ മാസവും പീരീഡ്സ് ആവണമെങ്കിൽ 8-10 ഇഞ്ചക്ഷൻ വെക്കണം. അവരുടെ ബോഡിയിൽ ഇനി ഇഞ്ചക്ഷൻ വെക്കാൻ സ്ഥലമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മുടെ 3 പ്രോഡക്റ്റ്, അതായത് നമ്മുടെ സൈക്ലോവയും വുമൻ കമ്പാനിയും 95 കൊടുത്ത സമയത്ത് 28 ദിവസം കൊണ്ടാണ് അവർ നോർമൽ പീരീഡ്സ് ആയത്. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിസൾട്ട് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ ഏറ്റവും വലിയ റിസൾട്ട്. അവരെ കല്യാണം കഴിച്ചുകൊണ്ടുപോയത് കോയമ്പത്തൂരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ വ്യക്തിക്ക് ഈ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് കോയമ്പത്തൂർ, തിരുപ്പൂർ ഭാഗങ്ങളിൽ നിന്ന് ടോട്ടൽ കിട്ടിയ ബിസിനസ് ഏകദേശം ഒരു 7 ലക്ഷത്തിൻ്റെതാണ്. ഒരൊറ്റ വ്യക്തിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഉണ്ടായ മാറ്റമാണത്. അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മറ്റൊരു ശ്വാസമുട്ടുള്ളൊരു വ്യക്തി, ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആൾ എന്നോട് കഥ പറഞ്ഞത് 5 വർഷമായിട്ട് അയാള് വൈഫിന്റെയും മകന്റെയും കൂടെ കിടന്നിട്ടില്ല എന്ന്. മകൻ ചെറിയ മകനാണ്, ഒറ്റ മകനേ ഉള്ളൂ. പക്ഷെ ആള് കിടക്കുന്നത് കൊലായിലാണ്, വീട്ടിന്റെ വരാന്തയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ചുമച്ചിട്ട്, ശ്വാസം മുട്ടുകൊണ്ടും ചുമച്ചിട്ട് ഇവര് വൈഫിനും മകനും ഉറങ്ങാൻ പറ്റില്ല. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ആള് വീട്ടിന്റെ വരാന്തയിലാണ് കിടന്നുറങ്ങുന്നത്. ആ വ്യക്തിനെ നമ്മുടെ ആയുശ്വാസും കപ്സിറപ്പും മാത്രം കൊടുത്തിട്ട് 3 ദിവസം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത് മിറാക്കിളാണ് സത്യത്തിൽ. ആള് കരഞ്ഞിട്ട്, നമ്മൾ ഓഫീസിൽ വന്നിട്ട് മണിക്കൂറുകളോളം കരഞ്ഞിട്ടുണ്ട് ആ വ്യക്തി. കാരണം ആൾ എന്നോട് പറഞ്ഞത്, എന്റെ അമ്മ ഞാൻ ഉറങ്ങുന്നത് എന്റെ അമ്മ ഉറക്കമൊഴിച്ച് കണ്ടിരുന്നു എന്നാ പറഞ്ഞു, ഒരു ദിവസം മുഴുവനും. കാരണം ഈ മകന്റെ ഉറക്കം കണ്ടിട്ട് ആ അമ്മ അത്രയും ദിവസമായി. അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ബ്രസ്റ്റിന് ക്യാൻസർ ആയിട്ടുള്ള തിരൂരുള്ള ഒരു നിഷൽജ എന്ന് പറഞ്ഞ ഒരാൾ. ഞാൻ അവരെ കാണുന്ന സമയത്ത് അവർക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടൊരു ലേഡിയാണ്. പക്ഷെ അവർക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഫുൾ ടൈം വജൈനയിൽ കൂടി ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, ഫുൾ ടൈം.
എന്നിട്ട് അതൊരു ഡോക്ടർ എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തോ സംഭവിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. ഈ രണ്ട് പ്രശ്നം. പക്ഷെ ഇതിനെന്ത് കൊടുക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ തുടക്ക കാലഘട്ടത്തിലാണ്. പക്ഷെ അവിടെ നമ്മുടെ ഡോക്ടറായിട്ട് നമുക്ക് സോമകുമാർ സാറ് കണക്ട് ചെയ്ത് തന്നതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ അവർക്കൊരു 3 പ്രൊഡക്റ്റ്. അതിലൊന്ന് 95ഉം സൈക്ലോവയും വുമൻ കമ്പൈനും ഒക്കെ തന്നെയായിരുന്നു. ഇത് കൊടുത്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസറിന് ഓപ്പറേഷൻ ഡേറ്റ് ഇട്ട ആളാണ്. നമുക്കറിയാം ഓപ്പറേഷൻ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മാസവും പോയിട്ട് ഇതിന് ഗ്രോത്ത് ചെക്ക് ചെയ്യണം. പക്ഷെ അവർ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ തന്നെ ഗ്രോത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ 3-4 മാസം വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ 5-ാമത്തെ മാസം അവർക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അവർക്ക് ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു പ്രശ്നവും അവർക്കില്ല. ഇത് മാത്രമല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ അവരിന്ന് നോർമൽ പീരീഡ്സ് ആണ് അവര്. ഇങ്ങനെയുള്ള മനസ്സൊന്ന് ഒരിക്കലും ജന്മത്ത് മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് ഈ ഉൽപ്പന്നങ്ങൾ തന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ റിസൾട്ടിനെക്കാട്ടും, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എന്റെ 2 റിസൾട്ട്, അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് എന്നെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിച്ചത്, പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇതിന്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിച്ചത് ഈ റിസൾട്ടുകളാണെന്നുള്ളതാണ്. അപ്പൊ ആ റിസൾട്ടുകൾ ഈ പറയുന്ന ഫ്യൂച്ചറിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും, സമൂഹത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ത് മാറ്റം ഉണ്ടാക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഉൽപ്പന്നങ്ങൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യപ്പെടണം, മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. എങ്കിൽ മാത്രമേ ഇത്തരം റിസൾട്ടുകൾ നമ്മൾക്ക് കിട്ടുള്ളൂ. നമ്മൾക്ക് സ്വന്തം ഈ റിസൾട്ടുകൾ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയുന്ന പവർ ഉണ്ടാവുള്ളൂ. അതാണ് സത്യം. അപ്പം പ്രൊഡക്റ്റുകൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് ആ ധൈര്യത്തിലേക്ക് നമ്മൾ എത്തില്ല. ഇപ്പൊ ഞാനും ദിവിൻ സാറും ഒക്കെ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് അത്തോളി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പേസ്റ്റ് വിറ്റ് നടന്നൊരു കാലമുണ്ട്. രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് ഞാനും ദിവിൻ സാർ, എഞ്ചിനീയർ ആയിട്ടുള്ള ദിവിൻ സാറും, ഞാൻ പറഞ്ഞു അത്തോളിയിൽ അങ്ങാടിയിൽ ഇറങ്ങാത്തൊരു മനുഷ്യനാണ്, ജനങ്ങളായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഞാനും കൂടെ അത്തോളി അങ്ങാടിയിൽ രാവിലെ 7 മണിക്കൊക്കെ പേസ്റ്റ് വിറ്റ് നടന്നിട്ടുണ്ട്. 5 ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പകുതി എടുക്കും. അങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത് ചെയ്യണ്ട. കാരണം ഇന്നത് ചെയ്യാൻ നമ്മുടെ കൂടെ ആൾക്കാർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ ഒരു സമയം വരെ മാത്രമേ നമ്മൾ ഈ പറയുന്ന റീറ്റെയിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അവരിത് സ്ഥിരം യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതോട് കൂടിയാണ് നമ്മൾ ബിസിനസ്സിൽ മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ എനിക്കും എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത് ഒറ്റ കാര്യം എന്ന് പറയുന്നത്, മാക്സിമം ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്തിക്കാൻ പറ്റുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുക. അത് തന്നെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പണി എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുകയും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുകയും ചെയ്യാന്നുള്ളത്. അപ്പൊ എല്ലാവരും അത് ചെയ്യുക. അവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് ഒരു പക്ഷേ ലിസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും, അല്ലെ? എല്ലാവർക്കും ലിസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും ബുദ്ധിമുട്ട്. അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ മുൻവിധിയോട് കൂടി സമീപിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കസ്റ്റമറെ ആണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് തന്നെ. കാരണം ഒരു കസ്റ്റമറെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു മാനദണ്ഡത്തിന്റെ ആവശ്യമില്ല, അല്ലെ? ഇപ്പൊ നമ്മളെ ഈ പറഞ്ഞ അംബാനിയുടെ പെട്രോൾ പമ്പിൽ പോയിട്ട് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട്, അല്ലെ? എന്താ പറയുക, ശരിക്കും മുണ്ടെടുത്തവനും പോയി കഴിഞ്ഞാൽ അവിടുന്ന് പെട്രോൾ കിട്ടും. BMW കാറിൽ ഇൻസ്റ്റേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, പെട്രോൾ കിട്ടും, അല്ലെ? അപ്പം അംബാനിയെ സംബന്ധിച്ച് ഈ രണ്ടുപേരും കസ്റ്റമറാണ്, ഓൺലി കസ്റ്റമറാ. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് മാനദണ്ഡത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ ഒരു മുൻവിധി ഇല്ലാതെ, മാനദണ്ഡമില്ലാതെ അവൻ വരുമോ അവര് വരുമോ അവര് ബിസിനസ്സിലേക്ക് വരുമോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കസ്റ്റമർ ആക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കുക. ആ കസ്റ്റമർ സ്വാഭാവികമായിട്ടും അതൊരു സ്ഥിരം യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുക. ഫീൽഡിൽ മാക്സിമം ടൈം യൂസ് ചെയ്യുക. ഫീൽഡാണ് നമ്മൾ എന്താ പറയുന്നത്, കർമ്മഭൂമി എന്ന് പറയുന്ന ഫീൽഡാണ്. അപ്പൊ അവിടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബെൽനി സാറും ശൈലേഷ് സാറും അതോടൊപ്പം ബിജു സാറും, അല്ലെ, അല്ലെങ്കിൽ ഷിബിൻ ലാൽ സാറും ഒക്കെയുള്ള ഒരു ശക്തമായ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് ഈ മേഖല ചെയ്യുന്നവർ, അല്ലെ? എനിക്കറിയാം, ഇവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. ബിജു സാറിന് എനിക്കറിയാം. ബിജു സാർ അത്തോളിയിൽ കല്യാൺ ജ്വല്ലറിയുടെ മാനേജറായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തിനെ. അതിനു മുമ്പും അറിയുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബിജു സാർ ഇന്ന് കാണുന്ന മാറ്റത്തിലേക്ക് എത്തിയത്. ശൈലേഷ് ബാലൻ സാറിനെ എനിക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. അദ്ദേഹത്തിനെ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ ബെൽനി സാറിനെ എനിക്കറിയാം. അപ്പം ഇത്തരം ലീഡേഴ്സിന്റെ ഒരു ടീമിലേക്കാണ് നമ്മൾ പോലും അറിയാതെ ദൈവനിയോഗം കൊണ്ട് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു യാദൃശ്ചികതയൊന്നുമല്ല നമ്മൾ എത്തിപ്പെടുന്നത്, അതൊരു ദൈവനിയോഗം തന്നെയാണ്. കാരണം സക്സസ് ആവുക എന്ന് പറയുന്നത് അതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ആത്മാർത്ഥതയും പ്രവർത്തനവും തന്നെയാണ് വലിയ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ലീഡേഴ്സിന്റെ ഒരു ടീമിൽ എത്തിപ്പെടുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ, നാളെ ഇപ്പൊ നമ്മൾ ബെൽനി സാറിനെയും ബിജു സാറിനെയും ഒക്കെ ITC ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷിബിൻ ലാൽ സാറിനെയും നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ITC ആയിട്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ചില അനുഭവങ്ങൾ ഞാൻ പറയാറുണ്ട്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ തോടുണ്ട്.
ഈ തോട്ടിൽ വെള്ളം ഒഴുകി ഇങ്ങനെ കുത്തി വെച്ച് മഴക്കാലത്തൊക്കെ ഒഴിച്ചു പോകുന്ന സമയത്ത്, നമ്മളൊക്കെ തോട്ട് കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഇല നുള്ളിയിട്ട് തോട്ടിലേക്ക് ഇടും, ആ വെള്ളത്തിന് മുകളിലേക്ക് ഇടും. അപ്പൊ ആ ഇല അതിശക്തമായിട്ട് ഒഴുകി പോകുന്നത് നമുക്ക് കാണാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ വെള്ളം ഒഴുകുന്നത് പവർഫുൾ ആയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വെള്ളത്തിന്റെ മുകളിലേക്ക് ഒരു ഇല വീണ് കഴിഞ്ഞാൽ ആ ഇലയും എവിടെ എത്തിപ്പെടും? ആ വെള്ളത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ആ ഇല എത്തിപ്പെടും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ലീഡേഴ്സിന്റെ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ, കാരണം അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. വെല്ലി സാറിനായിക്കോട്ടെ, അല്ലെങ്കിൽ ബിജു സാറിനായിക്കോട്ടെ, ശൈലേഷ് സാറിനായിക്കോട്ടെ, ശിവലാൽ സാറിനായിക്കോട്ടെ, എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ ഒരു ഇലയായിട്ട് നമ്മളൊന്ന് നിന്നു കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തിപ്പെടുന്നുള്ള. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നുള്ള. പക്ഷെ അതിനൊരു ഒറ്റ എന്താ പറയുക, ഒരു യോഗ്യത എന്ന് പറയുന്നത് ഈ കമ്പനി നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നടത്തുന്ന മുഴുവൻ പ്രോഗ്രാംസും മുഴുവൻ ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യണം. നിങ്ങളെ മനസ്സും ശരീരവും ഈ ബിസിനസ് വേണ്ടിയിട്ട് അർപ്പിക്കണം. അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഒരു പുരുഷായുസ് കൊണ്ട് നമുക്ക് നേടാൻ കഴിയാത്തത്, അല്ലെ? നമ്മൾ ശ്രീധരൻ സാറൊക്കെ അറിയാലോ, അല്ലെ? ശ്രീധരൻ സാറും ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണല്ലോ. ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ബാധ്യതകളും പ്രശ്നങ്ങളും നമുക്ക് കേവലം 5 വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്നൊരു യാതൊരു സംശയം വേണ്ട. അപ്പം ആ രീതിയിലേക്ക് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ശ്രീധരൻ സാറിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? സാധാരണക്കാരൻ ഒരു വ്യക്തി, അല്ലെ? നമുക്കിപ്പോ ഞാൻ പലരോടും പറയാറുണ്ട്, നമുക്ക് പല കമ്പനിയൊക്കെ അച്ചീവേഴ്സിനെ ചൂണ്ടിക്കാട്ട് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട് എന്നൊക്കെയാ. പക്ഷെ നമ്മൾക്ക് നമ്മൾ അച്ചീവേഴ്സിനെ എവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നമ്മളെ തൊട്ട പ്രദേശമായിട്ടുള്ള നടുവണ്ണൂരും അതേപോലെ വേളത്തും കുറ്റ്യാടിയിലും അല്ലെങ്കിൽ രാമനാട്ടുകരയിലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അച്ചീവേഴ്സ് ആണ് നമ്മുടെ കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് അങ്ങനെ ദൂരം വൈക്കൊന്നും പോകണ്ടല്ലോ. അപ്പൊ ഈ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ശൈലേഷ് ബാലൻ സാർ ആരായിരുന്നു, നമുക്ക് അറിയാൻ പറ്റും. നടുവണ്ണൂർ പോയി കഴിഞ്ഞാൽ ബിജു സാർ ആരായിരുന്നു നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേളത്ത് കുറ്റ്യാടി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ശ്രീധർ സാർ ആരായിരുന്നു നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ കളവില്ല, അവിടെ സത്യം മാത്രമേ ഉള്ളൂ, നഗ്നമായ സത്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. 2,10,000 കിട്ടുമെന്ന് വിശ്വസിക്കാൻ പറ്റണം. അതിന് മാജിക് ഒന്നുമില്ല, അത് കൃത്യമായ കച്ചവടത്തിന്റെ സ്ട്രാറ്റജി മാത്രമാണ്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കച്ചവടത്തിന്റെ ടേൺ ഓവർ കൂടുമ്പോൾ അതിന്റെ പെർസെന്റേജ് കൂടും. വേറെ ഒരു മിറാക്കിൾ ഇതിന്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു 450 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, അത് 4,50,000 4 കോടിയും ആവാൻ യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ള. അപ്പൊ എനിക്ക് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും അർപ്പിക്കുക. പ്ലാൻ ചെയ്യാൻ വേണ്ടി സമയം മാറ്റി വെക്കുക. പലരും ട്രെയിനിങ്ങിന് പങ്കെടുക്കും, അല്ലെങ്കിൽ GTS പങ്കെടുക്കും. ആ GTS കഴിയുന്നതോടുകൂടി അവരെന്തായിട്ട് മാറും? അവർ ഏതൊക്കെ മേഖലയിലാണോ ആ മേഖലയിലേക്ക് തന്നെ റിട്ടേൺ ആണ്. അവരുടെ മൈൻഡ് ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഞാൻ ഇന്നലെ ശിവൻ സാർ ഇത് സംസാരിച്ചു. അപ്പൊ ഇത് തന്നെയാണ്, അവരുടെ മൈൻഡ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നില്ല. ഏതൊക്കെ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാം, പക്ഷെ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ ഡെയിലി മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഈ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ ആത്മാവാണ്, പ്രോഡക്റ്റ് ആത്മാവാണ്. അവിടെ നമ്മൾ പോലും അറിയാതെ ഈ പ്രോഡക്റ്റുകൾ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ട. ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ 1% ജനത്തിന് പോലും വെൽനസ് എന്തെന്ന് അറിയില്ല. ആ സമയത്താണ് നമ്മളെ പോലുള്ള വ്യക്തികൾ വെൽനസ് ഉപയോഗിക്കുന്നതും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പേ ഈ വെൽനസിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ മാനേജ്മെന്റിന്റെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന്. ആ മാനേജ്മെന്റിന്റെ MDയുടെ പേരാണ് പ്രവീൺ ജയചന്ദ്രൻ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് പ്രവീൺ സാറും ടീമും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളെ കമ്പനീനെ മറ്റുള്ള കമ്പനീനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഗോൾഡൻ ചാൻസിലാണ്. നമ്മൾ പറയാറുണ്ട്, എന്താ പറയാ ചരിത്രം പഠിച്ചവരുണ്ട്, ചരിത്രത്തിന് മുമ്പേ നടന്നവരുണ്ട്, ചരിത്രം സൃഷ്ടിച്ചവരുണ്ട്, അല്ലെ? നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ചരിത്രം പഠിച്ചവർ മാത്രമാണ്. ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, അല്ലെ? 1-ാം പാനിപ്പത്ത് യുദ്ധവും 2-ാം പാനിപ്പത്ത് യുദ്ധവും മൈസൂർ യുദ്ധമൊക്കെ പഠിച്ചവരാണ് നമ്മൾ. പക്ഷെ ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ മുന്നേ നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം മുന്നേ നടന്നവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ.
ഇപ്പൊ നമുക്കറിയാം ബെന്നി സാർ, നമ്മളൊക്കെ ഇതിനെ മനസ്സിലാക്കാൻ പോലും ഒരു പോയിന്റ് പോലും മനസ്സിലാക്കാത്ത സമയത്ത് ഇതിന് വേണ്ടിയിട്ട് രാവും പകലും ഓടിയ വ്യക്തികളാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് മുഴുവനും, അല്ലെ? അപ്പൊ അവർ ചരിത്രത്തിന് മുൻപേ നടന്നവരാണ്. അവർക്കറിയാം ഇത് ചരിത്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. അപ്പൊ നമ്മൾക്കും ആ ബോധം വേണം. കാരണം നമ്മൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്, നമുക്ക് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുന്നവരാണ്. അപ്പം എല്ലാവർക്കും ആ രീതിയിലേക്ക് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണം. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം വരുന്നുണ്ടല്ലേ, ട്രേഡ് സെന്ററിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, ഒരു വലിയൊരു ഈവന്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഈവന്റിലൊക്കെ നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റണം? നമുക്ക് സ്റ്റേജിൽ കയറാൻ വേണ്ടി പറ്റണ്ടേ? വലിയൊരു അവസരമാണ് നമ്മളെ ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 5000-6000 ആൾക്കാർ ട്രേഡ് സെന്ററിൽ പങ്കെടുക്കാൻ പോവാണ്, അല്ലെ? ഒരു ജനസമൂഹം, അതായത് ഇതിനെ ഏറ്റെടുത്ത ഒരു ജനസമൂഹം ഇതിനെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ വലിയ ഒരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കമൊക്കെ ആയിട്ട് വരാൻ പോകുന്ന ഒരു പ്രോഗ്രാം. മുമ്പ് ഭ്രമരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറിയാലോ, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പല ലീഡേഴ്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഈ വരുന്ന പ്രോഗ്രാമോട് കൂടി നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു തുടക്കമായിട്ട്, നമ്മുടെ അച്ചീവ്മെന്റിലേക്കുള്ള ഒരു വലിയൊരു തുടക്കമായിട്ട് ആ പ്രോഗ്രാം നമുക്ക് മാറ്റാൻ കഴിയണം. നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. നമ്മുടേതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അല്ലെങ്കിൽ പുതിയ ഗസ്റ്റിനെയും ഒക്കെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റണം. അങ്ങനെ പങ്കെടുപ്പിക്കുന്നതോടുകൂടി, കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ അസറ്റ് ജനങ്ങളാണ്, അല്ലെ? ആ ജനങ്ങളെ ആരൊക്കെയാണോ യൂസ് ചെയ്തത് അവരാണ് കോടീശ്വരന്മാരായിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള പര്യാപ്തതയും അപര്യാപ്തതയും അത് തന്നെയാണ്. കാരണം അതർ പീപ്പിൾ ടൈം നമുക്കില്ല. ആ അതർ പീപ്പിൾ ടൈം യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആ ഡയറക്ട് സെല്ലിംഗ് ആണ്. അവിടെ സക്സസ്ഫുൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത് MI ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു കമ്പനി നമുക്ക് എടുത്തു കാണിക്കാനില്ല. നമുക്കറിയാം നമ്മുടെ എല്ലാ ലീഡേഴ്സും 10 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അല്ലെ? ഈ മേഖലയിൽ നമ്മുടെ കമ്പനിയുടെ കൂടെ, ഈ മേഖലയിലല്ല, നമ്മുടെ കമ്പനിയുടെ കൂടെ മിനിമം 8, 10, 12 വർഷങ്ങളായ ലീഡേഴ്സ് ആണ് നമ്മുടെ 1, 2, 3 ലെയറുകളിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലീഡേഴ്സ് ഒന്നും വേറെ കമ്പനിയിൽ പോയിട്ടില്ല. ഇവർക്കൊക്കെ ഒരു ഒറ്റ കമ്പനിയുള്ളൂ, അത് MI ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അങ്ങനെ ഒരൊറ്റ കമ്പനിയുടെ കൂടെ നിന്ന ലീഡേഴ്സ് ആണ് നമ്മുടെ അസറ്റ്. നമ്മുടെ കമ്പനിയുടെയും നമ്മുടെയും അസറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് കമ്പനീനെ കണ്ടിട്ടുണ്ട്. അതായത് 2, 3 വർഷമേ ഓരോരുത്തർ ഓരോരോ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം അവർ സ്വന്തം കമ്പനി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ കമ്പനി പോയിട്ടുണ്ടാവും. അവർക്കൊന്നും നമ്മുടെ കൂടെ വന്നവരെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അവരുടെ അച്ചീവ്മെന്റ് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് ആരും ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് 100% പറയാൻ പറ്റും. നമ്മുടെ കൂടെ വരുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് പ്രവീൺ സാർ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂടെ വന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലോകത്തുണ്ടെങ്കിൽ അത് MI ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. അത് അതിന്റെ പ്ലാനും ആ മനുഷ്യന്റെ വിഷനുമാണ്.